UDF സീറ്റ് വിഭജനത്തിൽ കോഴിക്കോടിന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല എന്ന വാർത്തകളാണ് അവിടെ നിന്നും എത്തുന്നത്. കോഴിക്കോട് ജനതാദൾ UDF ഇതര കക്ഷികളുമായി ജനതാദൾ ചർച്ച നടത്തിയതായി സൂചനയുണ്ട്. ലീഗ് നേതൃത്വവും കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, കോഴിക്കോടുള്ള പ്രധാനമായ പ്രശ്നം JDU-ൻ്റേതാണ്, ഒപ്പം ലീഗിൻ്റേതും പ്രശ്നമായി നിൽക്കുന്നു. ഇവർ UDF-ന് പുറത്തുള്ള കക്ഷികളുമായി ചർച്ച നടത്തിയെന്നാണ് കേൾക്കുന്നത്. വിവരങ്ങൾ അജിത്, വളരെ സങ്കീർണമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് വേദിയായിക്കൊണ്ടിരിക്കുന്നത്. UDF-ന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ലെ തർക്കങ്ങൾ മറന്നേക്ക് പുറത്തുവരിക മാത്രമല്ല, ജനതാദൾ MP വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ UDF ഇതര രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയെന്നുള്ള നിർണായക വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രബലമായ ചില രാഷ്ട്രീയ പാർട്ടികളുമായാണ് ജനതാദൾ നേതൃത്വം, കോഴിക്കോട് ജില്ലാ നേതൃത്വം ചർച്ച നടത്തിയിരിക്കുന്നത്. ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് എന്ന സൂചനയുമുണ്ട്. ഇക്കാര്യം സംസ്ഥാന നേതൃത്വം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ജനതാദളിനെ അവർക്ക് ആവശ്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പരാതിയാണ് ദളിനുള്ളത്. കഴിഞ്ഞ വർഷം ലഭിച്ച സീറ്റുകൾ പോലും കോൺഗ്രസ് തിരിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു. പ്രധാനമായും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെയും കോർപ്പറേഷന്റെയും സീറ്റ് വിഭജനം സംബന്ധിച്ചാണ് ജനതാദളും കോൺഗ്രസും തമ്മിൽ ഇവിടെ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം 5 സീറ്റായിരുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റായിരുന്നു ജനതാദളിന് JDU-ന് നൽകിയിരുന്നത്. ഈ സീറ്റ് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ കോർപ്പറേഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകൾ നൽകി. എന്നാൽ ഒടുവിൽ 4 എണ്ണത്തിൽ മാത്രമേ ജനതാദളിന് മത്സരിക്കാൻ സാധിച്ചുള്ളൂ. ബാക്കി 2 എണ്ണം അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് പിടിച്ചെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റും കഴിഞ്ഞ തവണ നൽകിയ 6 സീറ്റും ഇത്തവണ ജനതാദളിന് നൽകണമെന്നാണ് JDU-ന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം ഇതുവരെയും അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗ്രാമ തലങ്ങളിലും മറ്റ് കോർപ്പറേഷൻ തലത്തിലടക്കം മറ്റ് UDF ഇതര കക്ഷികളുമായി ചർച്ച നടത്താൻ ജനതാദൾ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ മുസ്ലിം ലീഗും കടുത്ത അഭിപ്രായ ഭിന്നതയിൽ തന്നെയാണുള്ളത്. UDF-ന്റെ കൺവീനർ സ്ഥാനം, ജില്ലാ കൺവീനർ സ്ഥാനം പരമ്പരാഗതമായി കോഴിക്കോട്ട് മുസ്ലിം ലീഗാണ് കൈവശം വെച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ആ സ്ഥാനം ജനതാദളിന് നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിൽ വലിയ അതൃപ്തിയാണ് ലീഗിനുള്ളത്. ലീഗിലെ ജില്ലാ നേതൃയോഗത്തിലടക്കം രൂക്ഷമായ തർക്കങ്ങൾക്ക് ഈ തീരുമാനം വഴിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് വിഭജന കാര്യത്തിലും കോൺഗ്രസുമായി ലീഗ് ഏറ്റുമുട്ടലിന്റെ പാതയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അജിത്. ശരി കുട്ടൻ, PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്.